മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ദിവ്യകാരുണ്യ ഈശോ ഈ ദിവസം നിങ്ങളെല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൻ്റെ 12-ാമത്തെ അധ്യായത്തിൻ്റെ 9 മുതൽ 14 വരെയുള്ള തിരുവചന ഭാഗങ്ങളിൽ ഈശോനാഥൻ സാബത്തിൽ കൈശോഷിച്ച ഒരുവനെ സൗഖ്യപ്പെടുത്തുമ്പോൾ ഫരിസേയരൊക്കെ അവനെ കുറ്റപ്പെടുത്തുകയാണ്. അപ്പോൾ ഈശോ അവരോട് ചോദിക്കുന്നുണ്ട്, സാബത്തിൽ നിങ്ങളിൽ ആരാണ് നിങ്ങളൊരു ആടിനെ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അതിനെ രക്ഷിക്കാത്തത്, അതിനെ കണ്ടെത്താത്തത്? ഉടനെ തന്നെ ഈശോ അവരോട് പറയുന്നു, ആടിനേക്കാൾ എത്രയോ വിലപ്പെട്ടവരാണ് നിങ്ങൾ. പ്രിയപ്പെട്ടവരെ, മനുഷ്യജീവന് വലിയ വില കൊടുക്കുന്നവനാണ് നമ്മുടെ കർത്താവ്. നമുക്കറിയാം, ഈ കാലഘട്ടത്തിൽ നമ്മുടെ സാമൂഹിക സാഹചര്യത്തിൽ നമ്മളായിരിക്കുമ്പോൾ നാം തിരിച്ചറിയുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. പട്ടിക്ക് പോലും വിലയുള്ള ഈ നാട്ടിൽ മനുഷ്യന് വലിയ വിലയില്ല. മനുഷ്യജീവന് ഒരു വിലയുമില്ലാതെ കടന്നു പോകുന്ന അവസ്ഥ നമ്മളിന്ന് കാണാറുണ്ട്. അത്രമാത്രം മനുഷ്യജീവൻ ഒരു അരക്ഷിതാവസ്ഥയുടെ നടുവിലൂടെയാണ്. കാട്ടിൽ കിടക്കുന്ന മൃഗങ്ങൾക്കും, കാട്ടിൽ നിന്ന് ഇറങ്ങി വരുന്ന മൃഗങ്ങൾക്കും, നാട്ടിൽ കിടക്കുന്ന മൃഗങ്ങൾക്കുമൊക്കെ മനുഷ്യനേക്കാൾ വിലയും സുരക്ഷിതത്വവും നിയമപരിരക്ഷയും ഒക്കെ നൽകുന്ന ഒരു സാമൂഹിക സാഹചര്യത്തിൽ നാം ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ ജീവന് വില നൽകുന്ന ഒരു കർത്താവുണ്ട് എന്ന് നമ്മൾ ആരും മറന്നു പോകരുത്. നമ്മുടെ ജീവന് വിലയുണ്ട്, അത് കർത്താവ് നമുക്ക് വലിയ വില നൽകുന്നുണ്ട്. മനുഷ്യനെ മറന്ന് ഇന്ന് ജീവിക്കുകയാണ്. യഥാർത്ഥ സ്നേഹം മനുഷ്യഹൃദയങ്ങളിൽ ഇന്ന് കാണുവാനായിട്ട് സാധിക്കുന്നില്ല. ഇവിടെയാണ് സ്നേഹത്തിൻ്റെ നിറവായി ഈശോ കടന്നു വരുന്നത്. പ്രിയപ്പെട്ടവരെ, നമുക്ക് സ്നേഹിക്കാൻ, നമ്മെ സ്നേഹിക്കാൻ, നമുക്ക് വില നൽകുന്ന ഒരു ഈശോയുണ്ട് എന്ന് നമ്മൾ ആരും മറന്നു പോകരുത്. ആ ഈശോയിലാണ് നമ്മൾ ആശ്രയം വെക്കേണ്ടത്. മനുഷ്യനെ മറക്കുന്ന, മനുഷ്യനെ എതിരിടുന്ന മനുഷ്യരിലല്ല നമ്മൾ പ്രത്യാശ വെക്കേണ്ടത്. നമ്മൾ പ്രത്യാശ വെക്കേണ്ടത് നമുക്ക് വില നൽകുന്ന ഈശോയിലാണ്. ആ ഈശോയോട് നമുക്ക് ചേർന്ന് നിൽക്കാം. ആ ഈശോയുടെ പക്കലേക്ക് നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കാം. അവിടുന്ന് നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. കരങ്ങളെ യാചനയോടെ പിടിച്ച് നമ്മുടെ പ്രാർത്ഥനകളും യാചനകളും എല്ലാം ഈശോയുടെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ ഈശോയെ, ഈ മക്കളെ ഓരോരുത്തരെയും അവിടുത്തെ തിരുമുമ്പിൽ സമർപ്പിക്കുന്നു. ഇവരെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. ഇവരുടെ ജീവിതത്തെ ഏറ്റെടുക്കണമേ. ഇവരുടെ ഇന്നത്തെ എല്ലാ അധ്വാനങ്ങളെയും ആശീർവദിക്കണമേ. അങ്ങയുടെ കൃപകൾ ഇവരുടെ ജീവിതത്തിൽ നിറയട്ടെ. എല്ലാ ബന്ധനങ്ങളും കെട്ടുകളും പൈശാചിക ശക്തിയിലെ ഉപദ്രവങ്ങളും നാരികീയ ശക്തിയിലെ പ്രവർത്തനങ്ങളുടെ ജീവിതത്തിൽ നിന്ന് വിട്ടുപോട്ടെ എന്ന് കൽപ്പിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.